മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ റിട്ടേൺ വർദ്ധിപ്പിക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പേഴ്സണലി എൻ്റെ അടുത്ത് വന്ന് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഞാൻ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പൊതുവേ ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡാണിത്. വളരെ എഫക്റ്റീവ് മെത്തേഡായിട്ട് എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ രണ്ട് രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒരാൾക്ക് വേണ്ടി സെറ്റ് ചെയ്യും. ഒരു സെറ്റ് ഓഫ് ഫണ്ടിന് നമ്മൾ കോർ പോർട്ട്ഫോളിയോ എന്ന് പറയും, വേറെ ഒന്നിനെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്നും പറയും. നമുക്കറിയാം, നമ്മളെല്ലാം ശമ്പളം കിട്ടുന്നു, ഒരു ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എല്ലാ മാസവും നമ്മൾ SIP ആയിട്ട് ചെയ്യുന്നത്. അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്ന സമയത്തോ ക്രാഷ് വരുന്ന സമയത്തൊക്കെ എക്സ്ട്രാ ലംസം ചെയ്യുന്ന ഒരാൾക്ക്. അപ്പോൾ ഈ സമയത്ത് മിക്കവാറും മാർക്കറ്റ് താഴോട്ട് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് താഴോട്ട് പോകും. പക്ഷേ ഈ ഓരോ സമയത്തും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഡീസൻറ്റ് എമൗണ്ട് നമുക്ക് ബാക്കപ്പ് ആയിട്ട് വേണം. അപ്പം അങ്ങനെ ഒരു ബാക്കപ്പ് എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ എമൗണ്ട് ഉണ്ട് മാർക്കറ്റ് കറക്ഷനിൽ നമ്മൾ SIPയോട് കൂടെ എക്സ്ട്രാ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് എന്തായാലും വളരെ കൂടുതലായിരിക്കും. 3, 4, 5% മറ്റുള്ള നോർമൽ SIPനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. ആ ക്യാഷ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഓക്കെയാണ്, പക്ഷേ ക്യാഷ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളൊരു സമയം കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ആ ക്യാഷ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ ക്യാഷ് കണ്ടെത്താനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യും ഒരാൾക്ക്. ഒരു കോർ പോർട്ട്ഫോളിയോ, സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ. കോർ പോർട്ട്ഫോളിയോ എന്താണെന്ന് പറയാം. ഗ്രോത്ത്, വാല്യൂ, മൊമെൻറ്റം, ഈ 3 സ്ട്രാറ്റജിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കോർ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്നത്. ഈ കോർ പോർട്ട്ഫോളിയോ നമ്മൾ ടേൺ ചങ്ക് ചെയ്യുന്നതല്ല, അതായത് ഇടയ്ക്ക് മാറ്റങ്ങൾ വരുത്തുന്നതല്ല. വളരെ ഫണ്ടമെൻ്റൽ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ കോർ പോർട്ട്ഫോളിയോയിൽ നമ്മളെപ്പോഴും മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ ഒരു ഇയർലി ഒരു റിവ്യൂ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫണ്ട് മാനേജറിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിൽ മാറ്റം വന്നിട്ടുണ്ടോ, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. അതല്ലാത്ത കേസിൽ കോർ പോർട്ട്ഫോളിയോ നമ്മളവിടെ ഫിക്സ്ഡ് ആയിട്ട് വെക്കും. കാരണം ഇതെൻ്റെ ലോങ് ടേം ഗോൾ 5 വർഷമോ അതിലപ്പുറമോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തതാണ് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇതിൽ മേജറായിട്ട് വരുന്നത് സെക്ടോറൽ ഫണ്ടുകളായിരിക്കും. നമുക്കറിയാം സെക്ടോറൽ ഫണ്ട് പൊതുവെ റിസ്ക് കൂടുതലാണ്. പക്ഷേ സെക്ടോറൽ ഫണ്ടുകളിൽ ഒരു എൻട്രി മേക്ക് ചെയ്യുകയും അതുവഴി ഒരു പ്രത്യേക കാലയളവ് ഹോൾഡ് ചെയ്ത് എക്സിറ്റ് വരികയും വേണം. സിമ്പിളായിട്ട് വളരെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. അതായത് സെക്ടോറൽ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മളൊരു എൻട്രി എടുക്കുന്നു, 1, 1.5, 2 വർഷം നമ്മളതിനെ ഹോൾഡ് ചെയ്യുന്നു, നമുക്കൊരു പ്രോഫിറ്റ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു, നമ്മൾ അതിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്നു. അതായത് ആ മ്യൂച്വൽ ഫണ്ട് റിഡീം ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങുന്നു. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് സെക്ടോറൽ ഫണ്ട് റിസ്ക് കൂടുതലാണെങ്കിലും അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പല കാലയളവ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല സെക്ടോറൽ ഫണ്ടുകളെല്ലാം തന്നെ 30%-ലധികം റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ 1 ലക്ഷം രൂപ ഒരു സെക്ടോറൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നു. ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1.5 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമുക്കൊരു 30% പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തത് 1.30 നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 30,000 ആണ്. ഈ 30,000 നമ്മളുടെ ബാക്കപ്പ് ആയിട്ട് എടുത്തു വെക്കുന്നു. ബാക്കി വരുന്ന നമ്മുടെ 1 ലക്ഷം രൂപ നമ്മുടെ ക്യാപിറ്റലാണ്. അടുത്ത സെക്ടോറൽ ഫണ്ടിലോട്ട് നമ്മൾ മാറ്റുന്നു, അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 20% കിട്ടി. സോ നമുക്കൊരു 1.20 ഉണ്ടാവും. ആ 20 നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നു. സോ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ഇവിടെ 50,000 രൂപയാണെന്ന് വിചാരിക്കാം. നമ്മുടെ ക്യാപിറ്റൽ 1 ലക്ഷം രൂപയാണ്, അത് സ്റ്റിൽ സേഫാണ്. ഈ 50,000 രൂപ നമുക്ക് കിട്ടിയ ലാഭം മാത്രമാണ്. ഈ ലാഭം എന്ന് പറയുന്നു നമ്മളവിടെ സൂക്ഷിച്ചു വെക്കുന്നു. മാർക്കറ്റിൽ എന്തെങ്കിലും കറക്ഷൻ വരുന്ന സമയത്ത് ഈ 50,000 നമ്മളവിടെ എക്സ്ട്രാ ലംസമായിട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ ജോലിയിൽ നിന്ന് ഒരു ലംസം ചെയ്യാൻ നമ്മളൊരു പൈസ എക്സ്ട്രാ കണ്ടെത്തുന്നില്ല. ഇൻസ്റ്റഡ് നമ്മുടെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് വേണ്ടി ഈ ഇൻകം ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കും. ആവശ്യമായ സമയത്ത് എടുത്തിട്ട് നമ്മുടെ കോർ പോർട്ട്ഫോളിയോയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സെക്ടോറൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ആണ് കൂടുതലുള്ളത്. അതിൻ്റെ ബെറ്റ്സ് ആണ് അവിടെ കൂടുതലുള്ളത്. സോ അതിൽ എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അവിടെ നമുക്കൊരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ബ്ലോക്കായി പോകും. അതായത് നമുക്ക് നെഗറ്റീവ് റിട്ടേൺ വരുമെന്നർത്ഥം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും. അതായത് ഒരു സെക്ടോറൽ ഫണ്ടിലോട്ട് ഒരു എൻട്രി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു മുഖ്യ ഘടകമാണ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറയും. പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. അപ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂവിനേക്കാളും അത് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ സെക്ടർ അട്രാക്റ്റീവ് ആണ് എന്നർത്ഥം. അത് ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ഫാക്ടറാണ് അതിൻ്റെ ഗ്ലോബൽ ന്യൂസുകൾ, പ്രസൻറ്റ് എക്കണോമിക് കണ്ടീഷൻസ്, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ആ സെക്ടറിൽ ഒരു കറക്റ്റ് വാല്യുവേഷനിൽ എൻട്രി മേക്ക് ചെയ്യാൻ. എൻട്രി മേക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളിത് SIP ആയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ 1, 2, 3 പരമാവധി 4 തവണ 4 ബാച്ചായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 25,000 ഇൻവെസ്റ്റ് ചെയ്യും, വീണ്ടും 25,000 ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ 4 തവണ 25,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിർത്തിവെക്കും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. 1 വർഷം 1.5 വർഷം വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു പ്രോഫിറ്റ്, അതിൻ്റെ വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മളപ്പോൾ പ്രോഫിറ്റിലായിരിക്കും. ആ സമയത്ത് നമ്മൾ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്ത് ഇറക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ കോർ പോർട്ട്ഫോളിയോയിലോട്ട് നമ്മൾ മാറ്റുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മ്യൂച്വൽ ഫണ്ടുകളിൽ കറക്ഷൻ വരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത്. അത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്കുള്ള വരുമാനം, അതിലേക്കുള്ള എക്സ്ട്രാ ലംസം ചെയ്യാനുള്ള വരുമാനം നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നിന്ന് തന്നെയാണ്. അതാണ് നേരത്തെ പറഞ്ഞ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഈ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് കണ്ടെത്തുന്ന വരുമാനമാണ് കോർ പോർട്ട്ഫോളിയോയിലോട്ട് എക്സ്ട്രാ ആയിട്ട് പോകുന്നത്. ഇതുവഴി നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ എക്സ്ട്രാ എമൗണ്ട് കണ്ടെത്താതെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റിലോട്ട് എത്തിക്കാൻ പറ്റും. മാത്സ് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ മാത്സിൻ്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. നമ്മൾ ആ കോമ്പൗണ്ടിങ്ങിൻ്റെ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. P × 1+R⁴n എന്നാണ്. അതായത് P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, *n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് വളരണമെന്നുണ്ടെങ്കിൽ അതിൽ 2 കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യണം. ഒന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂട്ടണം. 2, നമ്മൾ കൊടുക്കുന്ന സമയം നമ്മൾ കൂട്ടണം. സമയം നമ്മുടെ കയ്യിലല്ല, അത് പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് കൂട്ടാലോ? അത് കൂട്ടണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഈ ലംസം ചെയ്യാൻ വേണ്ടി വേണം, നമ്മുടെ ശമ്പളത്തിൽ ടച്ച് ചെയ്യാതെ. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. അതേ സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ജോയിൻ കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കിടക്കാം. ആഴ്ചയിൽ ഒരു 3 to 4 പോസ്റ്റുകൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ ഞാൻ ചെയ്യുന്ന മാറ്റങ്ങൾ, എൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ, എൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ, എൻ്റെ ETF പോർട്ട്ഫോളിയോ, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ അവിടെ ജനറലായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 1 മാസം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനി ടൈം യു ക്യാൻ ക്യാൻസൽ. അടുത്ത ആഴ്ചകളിൽ നമുക്ക് മറ്റ് വീഡിയോസായിട്ടും കാണാം. ഈ പറഞ്ഞ ടിപ്പ് എല്ലാവർക്കും ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. അടുത്ത ആഴ്ചകളിൽ നമുക്ക് മറ്റ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.